ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്റ്റർ ഫങ്ഷൻസിൻ്റെ ഡിഫറൻഷിയേഷൻ്റെ കോൺസെപ്റ്റാണ് പഠിച്ചത്. ഡിഫറൻഷിയേഷൻ്റെ കുറച്ച് റൂൾസ് ഡിസ്കസ് ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി വെക്റ്റർ ഫങ്ഷൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ഇൻ്റഗ്രേഷൻ. നമ്മൾ വെക്റ്റർ ഫങ്ഷൻസിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ലിമിറ്റ് പഠിച്ചു, പിന്നീട് നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ചു, ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചു. നമ്മൾ സാധാ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ f(x)=y എന്നുള്ളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ അതിനെ പറ്റിയിട്ടും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് കാൽക്കുലസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയും. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇൻറ്റഗ്രിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ +2 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. +2 നമ്മുടെ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതേപോലെ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷന് പകരം നമ്മൾ ഇവിടെ ഡീൽ ചെയ്ത ഫംഗ്ഷൻ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരുന്നു. സിംപ്ലി നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് വിളിച്ചിരുന്നു. ആ വെക്റ്റർ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു, കണ്ടിന്യൂറ്റി എന്താണെന്ന് പഠിച്ചു, ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇൻറ്റഗ്രബിലിറ്റി. വെക്റ്റർ ഫങ്ഷൻസിനെ നമ്മൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിരുന്നു. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അയാളെ തന്നെ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യുന്നത്. കാരണം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ r(t) എന്നുള്ളതൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. സിംപ്ലി വെക്റ്റർ ഫംഗ്ഷൻ ആണെങ്കിൽ r(t)നെ നമുക്ക് കോമ്പോണൻറ്റ് ഫോമിൽ എഴുതുമ്പോൾ ഓരോ കോമ്പോണൻറ്റും 3 കോമ്പോണൻറ്റും കിട്ടുന്നത് എന്തായിരുന്നു, റിയൽ വാല്യൂഡ് കോമ്പോണൻസ് അല്ലെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്, റിയൽ ഫംഗ്ഷൻസ് ആയിരുന്നു. ആ റിയൽ ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രേഷനും പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തതു. അതേപോലെ തന്നെ നമുക്ക് ആരെ പറ്റിയിട്ടും പറയാം, ഇൻറ്റഗ്രബിളിനെ പറ്റിയിട്ടും പറയാം. ഇൻറ്റഗ്രൽ എന്താണെന്നൊന്ന് നോക്കാം. നമുക്ക് r(t) എന്നുള്ള ഒരു ഗിവൺ വെക്റ്റർ ഫംഗ്ഷൻ തന്നു. അയാളെ ഞാൻ f(ti) + g(j) + h(k) എന്ന് എഴുതി. കോമ്പോണന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളെ r(t) r(t) അല്ല f(t) g(t) h(t) എന്നുള്ള ഫോമിൽ കോമ്പോണന്റ് ഫോമിലാക്കിയിട്ടും എക്സ്പ്രസ് ചെയ്യാം. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ y=f(x) തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇൻറ്റഗ്രൽ f(x) dx. ഇവിടെയുള്ള വേരിയബിൾ തന്നെ ആയിരിക്കണം. ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിളിനെ മാറ്റി കൊടുത്തിട്ട് ഡമ്മി വേരിയബിളൊക്കെ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇയാളെ റീപ്ലേസ് ചെയ്തിട്ടൊക്കെ ഇൻറ്റഗ്രൽ കാണാറുണ്ട്. എന്തായാലും ഇതേപോലെ ഒരു ഇൻറ്റഗ്രൽ ഫൈൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ മറ്റൊരു ഇൻറ്റഗ്രലും നമ്മൾ ഫൈൻഡ് ചെയ്യാറുണ്ട്. ഇൻറ്റഗ്രൽ f(x) dx ഫ്രം ദ ലിമിറ്റ് a to b. ഇത് ലിമിറ്റ് തന്നിട്ടുള്ളത്, ഇത് ലിമിറ്റ് എക്സിൻ്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ a മുതൽ b വരെ എന്ന് പറഞ്ഞിരിക്കണ്. ഇത്തരം ഇൻറ്റഗ്രലിനെ നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ, ഡെഫിനിറ്റ് മീൻസ് എവിടെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്നും ഇയാളെ നമ്മൾ എന്തെന്നും വിളിക്കും, ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്നും വിളിക്കും. ഇതേപോലെ നമുക്ക് ഇവിടെ തന്ന ഫംഗ്ഷൻ ആരാ, വെക്റ്റർ ഫംഗ്ഷനാണ് r(t). r(t) എന്നുള്ളതിൽ വേരിയബിൾ ആരാ, t. അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, റിയൽ വാല്യൂഡ് ഫംഗ്ഷന് പകരം വെക്റ്റർ ഫംഗ്ഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം r(t) dt. ഈ ഇൻറ്റഗ്രേഷന് ഇൻറ്റഗ്രൽ ഓഫ് r(t) dt വിത്ത് റെസ്പെക്ട് ടു t ഫ്രം a to b with limits from a to b is called definite integral of the vector function r(t) and this is called indefinite integral of the vector function r(t). അപ്പോൾ രണ്ട് ഇൻറ്റഗ്രൽ നമുക്ക് പറയാം, ഡെഫിനിറ്റ് ഇൻറ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലും. സാധാ റിയൽ വാല്യൂഡ് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ പറയുക. അതിനു വേണ്ടിയിട്ട് ഇൻറ്റഗ്രൽ r(t), ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്നൊന്ന് നോക്കാം. ഇൻറ്റഗ്രൽ r(t) dt കാണണം. ഈക്വൽ ടു നമ്മൾ r(t) എന്നുള്ള ഫംഗ്ഷൻ തന്നാൽ f(t), g(t), h(t) ഈ ഒരു കോമ്പോണന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ ഇവർ മൂന്നാളും ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ, അതായത് f(t)യും g(t)യും h(t)യും ഇൻറ്റഗ്രബിൾ ആണെന്ന് ഗിവൺ ആണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ r(t) കാണാൻ വേണ്ടിയിട്ട് ഇൻറ്റഗ്രൽ f(t) dt, ഇൻറ്റഗ്രൽ g(t) dt, ഇൻറ്റഗ്രൽ h(t) dt എന്നുള്ള രൂപത്തിൽ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇയാളെ കോമ്പോണന്റ് ഫോമിൽ, അതായത് ഇൻറ്റഗ്രൽ r(t) dt എന്നുള്ളത് സം ക്യാപിറ്റൽ r(t) എന്നുള്ളൊരു വെക്റ്റർ ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ r(t)നെ കോമ്പോണന്റ് ഫോമിൽ എഴുതുന്നതിന് പകരം വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരും, ഇൻറ്റഗ്രൽ f(t) dt i cap plus
ഇൻ്റഗ്രൽ ജി ഓഫ് ടി ഡി ടി ജെ ക്യാപ് പ്ലസ് ഇൻ്റഗ്രൽ എച്ച് ഓഫ് ടി ഡി ടി കെ ക്യാപ്. ഈ ഒരു രൂപത്തിൽ നമുക്ക് കോമ്പോണൻ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി ആർ ഓഫ് ടി ഡി ടിയും ഡിഫൈൻ ചെയ്യാം. എന്ത് വരും? ഈ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ എ ടു ബി വരും, എ ടു ബി വരും, എ ടു ബി വരും. ഇതിൽ ഞാൻ രണ്ടാമത്തെ ഫോമിൽ വെക്റ്റർ ഫോമിലാണ് എഴുതുന്നത്. ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ഐ ക്യാപ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് ടി ഡി ടി ജെ ക്യാപ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എച്ച് ഓഫ് ടി ഡി ടി കെ ക്യാപ്. ഇതാണ് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാനുള്ള ഫോർമുല. ഇയാളാണ് നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാനുള്ള ഫോർമുല. എന്തേ വേണ്ടിയുള്ളൂ? 3 കോമ്പോണൻറ്റ് ഫംഗ്ഷൻസും, ഓരോ കോമ്പോണൻറ്റ് ഫംഗ്ഷൻസും എന്ത് തരം ഫംഗ്ഷൻസ് ആണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് ടീനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ജി ഓഫ് ടീനെ ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എച്ച് ഓഫ് ടീനെയും ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി നോക്ക്, ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻ്റഗ്രൽ ഫംഗ്ഷനും കിട്ടും പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് C1 എന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സം C എന്ന് കൊടുക്കാറുണ്ട്. അതേപോലെ ഞാൻ ഇവിടെ ചെയ്യുകയാണെന്ന് കരുതുക. ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സം ഫംഗ്ഷൻ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് ടി എന്ന് ഞാൻ എഴുതി. അതായത് ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആണ്, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സിയും ഉണ്ടാവും. അതേപോലെ ജി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. അപ്പോൾ അത് രണ്ടാമത്തെ കോൺസ്റ്റൻറ്റ് എന്നുള്ള രൂപത്തിൽ അയാളെ നമുക്ക് C2 എന്ന് വിളിക്കാം, ഇയാൾ എന്തെന്നും വിളിക്കാം, C1 എന്നും വിളിക്കാം. അപ്പോൾ എഫ് ഓഫ് ടി പ്ലസ് C1 കിട്ടി. ഇവിടെ എന്ത് വരും? സം ക്യാപിറ്റൽ ജി ഓഫ് ടി പ്ലസ് C1 എഴുതാം, ഇവിടെ ക്യാപിറ്റൽ എച്ച് ഓഫ് ടി പ്ലസ് C1 എഴുതാം. ഇനി പുറത്ത് ആര് കിടക്കുന്നുണ്ട്? എഫ് ഓഫ് ടി പ്ലസ് C1 ഐ എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പോൾ ഇയാൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? എഫ് ഓഫ് ടി ഐ പ്ലസ് C1 ഐ. ഇതേ രൂപത്തിൽ ഓരോ ആളും ചെയ്യുമ്പോൾ ഇവിടുന്ന് നമുക്ക് ആരെ കിട്ടും? C1 ഐനെ കിട്ടും. ഇവിടുന്ന് ആരെ കിട്ടും? C2 ജെനെ കിട്ടും. ഇവിടുന്ന് ആരെ കിട്ടും? C3 കെനെയും കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി കാണുന്ന സമയത്ത് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും ആർ ഓഫ് ടി. അതായത് ഈ ഒരു കോമ്പോണൻറ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഫംഗ്ഷൻ, ഇയാളെ കിട്ടുന്ന ഫംഗ്ഷൻ, ഇയാളെയും കിട്ടുന്ന ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എഫ് ഓഫ് ടി. ക്യാപിറ്റൽ എഫ് ഓഫ് ടി എന്നുള്ളത് ഈ സ്മോൾ എഫ് ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയതാണ് ഐ പ്ലസ് ക്യാപിറ്റൽ ജി ഓഫ് ടി ജെ പ്ലസ് ക്യാപിറ്റൽ എച്ച് ഓഫ് ടി കെ. ഇനി ആരെയും കൂടി കിട്ടിയിരിക്കണ്? ഇവിടുന്ന് C1 ഐ ഉണ്ട്, മറ്റൊരുത്തുനിന്ന് C2 ജെ ഉണ്ട്, ഇവിടുന്ന് ഒരു C3 കെ ഉണ്ട്. ഇനി രണ്ടും കൂടി കമ്പയർ ചെയ്യാം. ഏത് രണ്ടും കൂടി? ഒരു റിയൽ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഇൻ്റഗ്രേഷനും ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഇൻ്റഗ്രേഷനും. ഒരു റിയൽ ഫംഗ്ഷൻ തന്നാൽ അതിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഒരു റിയൽ നമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്യാനുണ്ടാവും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ ഇത് എഫ് ഓഫ് ടി എന്നുള്ളത് ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, റിയൽ ഫംഗ്ഷനാണ്. ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഫംഗ്ഷൻ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് C വരും. ആ കോൺസ്റ്റൻറ്റ് എന്താണ്? റിയൽ നമ്പറാണ്. അതായത് റിയൽ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്ന C എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് റിയൽ കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ നമ്മൾ വെക്റ്റർ ഫംഗ്ഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആർ ഓഫ് ടി ഡി ടി എന്നുള്ള വെക്റ്റർ ഫംഗ്ഷനെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് C കിട്ടും. ആ C ആരായിരിക്കും? ഒരു വെക്റ്റർ ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആണ്, വെക്റ്ററും ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻ്റ് വെക്റ്റർ. കോൺസ്റ്റൻ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലി എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി എന്നുള്ളതൊക്കെ റിയൽ കോൺസ്റ്റൻറ്റുകളായിരിക്കണം. ഇവിടെ നമുക്ക് കിട്ടിയത് C1, C2, C3 മൂന്നാൾക്കാരും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഡെഫിനിറ്റ് ഇൻ്റഗ്രലും വരുമ്പോൾ നമ്മൾ റിയൽ വാല്യൂഡിൽ പറയുന്നത് പോലെ വെക്റ്റർ വാല്യൂഡിൽ പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യാനുണ്ടാവും. ആ കോൺസ്റ്റൻ്റ് ഒരു വെക്റ്റർ ആയിരിക്കും. വെക്റ്റർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ വെക്റ്റേഴ്സിൻ്റെ ഓരോ കോമ്പോണൻസും കോൺസ്റ്റൻറ്റുകളായിരിക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം.
Question number 1. R of t equal to 6t square I plus 4 e power minus 2t j plus 8 cos 4t k. മറ്റൊരു ക്വസ്റ്റ്യൻ അല്ല, ഇത് ചെയ്യാം, പിന്നീട് നമുക്ക് അടുത്തത് പറയാം. ആൻസർ പറയും. ഇൻ്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി ഈക്വൽ ടു, ഓരോ ആളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 6t സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു ടി സ്ക്വയർ ആരായിട്ട് മാറും? ടി ക്യൂബ് ബൈ 3 ആയിട്ട് മാറും. പ്ലസ് 4 ഇ പവർ മൈനസ് 2t, ഇ പവർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ പവർ എക്സ് തന്നെ, ഇ പവർ മൈനസ് 2t, എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് 2t ആണ്. ഇനി മൈനസ് 2tയുടെ ഡെറിവേറ്റീവ് -2, അപ്പോൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? -2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഐ ഉണ്ടാവും, ഇവിടെ ജെ ഉണ്ടാവും. പ്ലസ് 8 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈന്, 4tയുടെ ഡെറിവേറ്റീവ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 3യും 6ഉം ക്യാൻസൽ ചെയ്തു. 3യും 6ഉം ക്യാൻസൽ ചെയ്താൽ 2t ക്യൂബ് ഐ, 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് -2 ഇ പവർ -2t ജെ പ്ലസ് 8 സൈൻ 4t, 4ഉം 8ഉം ക്യാൻസൽ ചെയ്ത് 4ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വരും, സൈൻ 4t k. ഇനി ഇവിടെ നോക്കേണ്ട ഒരു സാധനം ഞാൻ മിസ് ചെയ്ത് പോയതാണ്. ഇവിടെ എന്തുണ്ട്? C1 I ഉണ്ട്, C2 J പ്ലസ് C3 K ഉണ്ട്. ഇവിടുന്ന് ഒരു C1 വരും, ഇവിടുന്ന് ഒരു C2 വരും, ഇവിടുന്ന് ഒരു C3 വരും. പ്ലസ് C1 I പ്ലസ് C2 J പ്ലസ് C3 K എന്ന് ഞാൻ ഒരുമിച്ച് എഴുതി. പ്ലസ് ഇയാളെ ടോട്ടലി എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് C എന്ന് എഴുതാം, വേർ C ഈക്വൽ ടു C1 I പ്ലസ് C2 J പ്ലസ് C3 K. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ, ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അയാൾ സ്മൂത്ത് ആണെങ്കിൽ അതിൻ്റെ ആർക്ക് ലെങ്ത് എന്താണെന്ന് നോക്കേണ്ടത്. ആർക്ക് ലെങ്ത് ഓഫ് എ സ്മൂത്ത് വെക്റ്റർ ഫംഗ്ഷൻ. ഒരു വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എത്ര കോമ്പോണൻസ് ഉണ്ട്? 3 കോമ്പോണൻസ് ഉണ്ട്. എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്. 3 കോമ്പോണൻസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് എവിടെ ആയിരിക്കും? സ്പേസിലായിരിക്കും. പ്ലെയിനിൽ നമുക്ക് വരക്കാൻ പറ്റില്ല. പ്ലെയിനിൽ വരക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ് 0 ആവണം. ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ് 0 ആണെങ്കിൽ അത് പ്ലെയിനിനോട് ഐസോമോർഫിക് ആണെന്ന് പറയാം. അതായത് ഇയാൾ 0 ആണെന്ന് പറഞ്ഞാൽ അയാൾ ഇല്ല എന്ന് നമുക്ക് പറയാം. 0 എന്ന് പറയുമ്പോൾ അയാൾ ഇല്ല എന്ന് പറയാം. അപ്പോൾ അത് പ്ലെയിനിൽ തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തേക്കാരം? സ്പേസിലുള്ള കർവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇയാൾ എന്തെന്ന് വിളിക്കും? സ്പേസ് ആർക്ക് ലെങ്ത് ഓഫ് എ സ്പേസ് കർവ് എന്ന് വിളിക്കും. സ്പേസ് കർവിൻ്റെ ആർക്ക് ലെങ്ത് എന്നുള്ള രൂപത്തിൽ വിളിക്കും. ആർക്ക് ലെങ്ത് ഓഫ് എ സ്പേസ് കർവ് പറയുന്നതിന് മുന്നേ നമുക്കൊരു പ്ലെയിൻ കർവ് തന്നാൽ അതിൻ്റെ ആർക്ക് ലെങ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ള രൂപത്തിൽ ഒരു പാരാമെട്രിക് ഫോമിൽ ഒരു പ്ലെയിൻ കർവ് തന്നു നിർത്തുക. എക്സ് ആക്സിസിലും വൈ ആക്സിലുള്ള പോയിന്റ്സ് ടി എന്നുള്ള പാരാമെട്രിക് ഫോർമുല, ടി എന്നുള്ള പാരാമീറ്ററിൽ തന്നാൽ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി, ഇതിനെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയും. പാരാമെട്രിക് ഇക്വേഷൻ വന്ന് നമുക്ക് മറ്റേ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടിനെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാറുണ്ട്. ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദാറ്റ് സർക്കിൾ എന്ന് പറയാം. ഇതിനെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ഗിവൺ സർക്കിൾ ഓഫ് റേഡിയസ് എ ആൻഡ് വിത്ത് ഒറിജിൻ ആസ് 0 0 എന്ന് പറയാറുണ്ട്. ഒറിജിൻ സെൻറ്റർ 0 0 ആയിട്ടും എ എന്നുള്ള റേഡിയസും ആയിട്ടുള്ള ഒരു പാരാമെട്രിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു പാരാമെട്രിക് ഇക്വേഷൻ തന്നാൽ അതിൽ ടീൻ്റെ പാരാമീറ്ററിലായിരിക്കും നമ്മൾ എക്സിനെയും വൈനെയും പറയാം. ഇവിടെ നമ്മൾ എക്സിനെയും വൈനെയും കൂടി ഇംപ്ലിസിറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് പറയും. അപ്പോൾ നമുക്കൊരു പാരാമെട്രിക്
ഇക്വേഷൻ തന്നു, ഒരു പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കർവ്. ഇതിനെ നമ്മൾ പാരാമെട്രൈസ്ഡ് പ്ലെയിൻ കർവ് എന്നും പറയാറുണ്ട്. അങ്ങനെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കർവ് തന്നാൽ അതിൻ്റെ ആർക്ക് ലെങ്ത് ഫ്രം എ ടു ബി, വെൻ ടി വാരിയിങ് ഫ്രം എ ടു ബി കാണാൻ നമ്മൾ പഠിച്ച ഫോർമുലയാണ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം എ ടു ബി റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ, ഇയാളെ ഡെറിവേറ്റീവ് കാണാം, ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എക്സിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ആരെ കാണുന്നതിന് ഈക്വലാണ്, എഫിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിനെ നമുക്ക് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇയാളാണ് ആര്, ആർക്ക് ലെങ്ത് ഓഫ് എ പ്ലെയിൻ കർവ്. ഇനി ഇത് സ്പേസ് കർവ് ആവുന്ന സമയത്ത് എന്ത് വരും, ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് സ്പേസ് കർവ് ആവണമെങ്കിൽ എന്താവണം, വെക്റ്റർ ഫംഗ്ഷൻ സ്മൂത്ത് ഫംഗ്ഷൻ ആവണം. വെക്റ്റർ ഫംഗ്ഷൻ സ്മൂത്ത് ഫംഗ്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ സ്മൂത്ത് ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ഇനി ഡി സെഡ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ആരാണ്, സെഡ് ഈസ് ഈക്വൽ ടു സം എച്ച് ഓഫ് ടി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ആരും കൂടി വരും, എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ ഡി ടി എന്നും കൂടി എഴുതണം. നമ്മളിവിടെ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ അതിൻ്റെ റൂട്ട് ഇൻറ്റു ഡി ടി, അതേപോലെ ഇവിടെയും ഡി ടി വരും. അപ്പോൾ പ്ലെയിനിനെ സ്പേസിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു ടേമും കൂടി എക്സ്ട്രാ വരും, എച്ച് ഡാഷ് ഓഫ് ടി എന്നുള്ള കോമ്പോണൻറ്റ്. അപ്പോൾ ആർ എന്നുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷൻ തന്നു വിച്ച് ഈസ് ഗിവൺ ബൈ എഫ് ജി എച്ച്. സ്മൂത്ത് ആവാനുള്ള ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അത്തരത്തിലൊരു സ്മൂത്ത് ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ആർക്ക് ലെങ്ത് ഫ്രം എ ടു ബി കാണാനുള്ള ഫോർമുല ഇൻറ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു സ്പേസ് കർവ് തന്നാലും അതിൻ്റെ ആർക്ക് ലെങ്ത് കാണാൻ കഴിയും. നമ്മൾ ഡിഫറൻഷിയേഷൻ എന്നുള്ള ടേമിൽ നമ്മൾ ഡിഫൈൻ ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ജിയോമെട്രിക്കലി നമ്മളൊരു മീനിങ് പറഞ്ഞത്, ഡിഫറൻഷിയേഷൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് ആയിട്ട് ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാൻജൻറ്റ് ലൈനിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ്, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ജിയോമെട്രിക്കൽ എന്താ പറയുന്നത്, ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സ്പേസ് കർവ് തന്നാൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് അല്ല ആർ ഓഫ് ടി ഡി ടി എന്നുള്ളത് ആ സ്പേസ് കർവിൻ്റെ ആർക്ക് ലെങ്ത് ഫ്രം എ ടു ബിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തും രണ്ട് ജിയോമെട്രിയാണ്. ഇൻറ്റഗ്രേഷൻ്റെ ജിയോമെട്രിക്കലായിട്ട് പറയുന്നത് ഒരു പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെയുള്ള ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്ക് ലെങ്ത്തിന് ഈക്വൽ ആണ്. ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ടാൻജൻറ്റ് ലൈനിന് ഈക്വൽ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നായിട്ട് മറ്റൊരു കാര്യം കൂടി, നമ്മൾ ആർക്ക് ലെങ്ത്തിന് നമ്മൾ സം എസ് എന്ന് വിളിക്കും. ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല വിളിച്ചത് റൂട്ട് ഓഫ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഇതാണ് നമുക്ക് ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല കിട്ടിയത്. ഞാൻ ഒരു വെക്റ്റർ എടുത്തു, അതിനെ V1 V2 V3 എന്നുള്ള രൂപത്തിലെഴുതി. ഇതുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട, എഫ് ജി എച്ച് എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ +2 തുടങ്ങുന്നത് തന്നെ V = V1 I + V2 J + V3 K എന്നാണ്. അവിടെ നമ്മൾ എസ്പെഷ്യലി ഡീൽ ചെയ്യാറുള്ള ഒരു സാധനമുണ്ട്, V1 V2 V3 ആർ കോൺസ്റ്റൻറ്റുകളാണ്. നമ്മൾ ഇവിടെ എടുക്കുന്നതൊക്കെ എന്താണ്, V1 V2 V3ക്ക് പകരം എഫ് ജി എച്ച് എന്ന് എഴുതുന്നത് നമ്മൾ സാധാരണ ഫംഗ്ഷനാണ് ഈ ഒരു രൂപത്തിൽ പറയാറ്. ഞാൻ V1ഉം V2ഉം V3യും കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നെ എടുത്തു എന്ന് കരുതാം. അതായത് V1ഉം V2ഉം V3 എന്താണ്, നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ വെക്റ്റർ എന്തായിരിക്കും, V = V1 I + V2 J + V3 K എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആ വെക്റ്ററിന്റെ ഓരോ കോമ്പോണന്റും കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെ ഞാൻ V1 V2 V3 എന്നുള്ളൊരു കോൺസ്റ്റന്റ് വെക്റ്റർ എടുത്തു. വാട്ട് അബൌട്ട് V ഡോട്ട് വി? V ഡോട്ട് വി എന്ന് പറഞ്ഞാൽ V1 V2 V3 ഡോട്ട് V1 V2 V3 വരും. ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് V1 ഡോട്ട് V1 V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ വരും. അപ്പോൾ V ഡോട്ട് വി എന്ന് പറഞ്ഞാൽ V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയറിന് ഈക്വൽ ആണ്. മോഡ് V എന്ന് പറഞ്ഞാലോ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയറിനും ഈക്വൽ ആണ്. ഈ ഒരു രൂപത്തിലാണ് നമ്മളൊരു
സ്കാലാർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ മോഡുലസ് ഡിഫൈൻ ചെയ്യാറ്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ആർ ഓഫ് ടി എന്നുള്ളത് എഫ് ജി എച്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച് എന്താണെന്ന് പറയാം. സോറി, ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി എന്ത് വരും? ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ജി എച്ച് ഡോട്ട് എഫ് ജി എച്ച് ഈക്വൽ ടു എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്നൊക്കെ ഉണ്ട്. എഫ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഹോൾ സ്ക്വയർ വരും പ്ലസ് ജി ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇതാണ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി. ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടിയുടെ റൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോഡ് വി എന്ന് വിളിക്കുന്നത്. അതായത് മോഡ് ഓഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഹോൾ സ്ക്വയർ ജി ഓഫ് ടി ഹോൾ സ്ക്വയർ എച്ച് ഓഫ് ടി ഹോൾ സ്ക്വയർ. വെക്റ്റർ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഡിനെ വേറൊരു സാധനം വെച്ചിട്ട് വിളിക്കും, നോം എന്ന് വിളിക്കും. രണ്ട് വരെ രണ്ട് സൈഡിൽ ഇട്ടെടുത്താൽ മതി. നോം ഓഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നോം എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡിന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ ടിയിലുള്ള ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ നോം പറയുന്നത്. നോം ഓഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഹോൾ സ്ക്വയർ ജി ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് ടി ഹോൾ സ്ക്വയർ. എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ എഫ് ഡാഷ് ആണ്, ജി ഓഫ് ടിക്ക് പകരം ഇവിടെ ജി ഡാഷ് ആണ്, എച്ച് ഓഫ് ടിക്ക് പകരം ഇവിടെ എച്ച് ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താണ്? റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ജി ഡാഷ് ഓഫ് ടി എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണ്. ദെയർഫോർ which is equal to integral a to b norm of r dash of t dt. ഈ ഒരു രൂപത്തിലും നമ്മൾ ഇൻ്റഗ്രേഷനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇൻ്റഗ്രേഷൻ അല്ല, ആർക്ക് ലെങ്ത്തിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്ക് ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ആർക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത വെക്റ്റർ ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജന്റ് ലൈനാണ്. അപ്പോൾ രണ്ടിനും രണ്ട് ജിയോമെട്രി നമ്മൾ പറഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find a vector function that satisfies the indicated conditions അതിലെ ഫസ്റ്റ് വണ് ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 6i പ്ലസ് 6tj പ്ലസ് 3t സ്ക്വയർ k കോമ ആർ ഓഫ് 0 ഈക്വൽ ടു i മൈനസ് 2j പ്ലസ് k. ആൻസർ ആർ ഡാഷ് ഓഫ് ടി എന്താ വരുന്നത്? ഇയാൾ. ആർ ഓഫ് 0 എന്തും തന്നിക്കണം, ഇയാളാണെന്ന് തന്നും ചെയ്തിക്കണം. നമുക്ക് ഫൈൻഡ് എ വെക്റ്റർ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻ. ഇയാൾ ഡെറിവേറ്റീവ് ആവുന്ന രൂപത്തിൽ ഒരു വെക്റ്റർ ഫംഗ്ഷൻ കാണണം, ഇതും കിട്ടും വേണം. ഇയാൾ ഡെറിവേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ആ വെക്റ്റർ ഫംഗ്ഷൻ ആരേക്കാരം? ഇതിൻ്റെ ഇൻ്റഗ്രലേക്കാരം. ദാറ്റ് മീൻസ് to find r of t we have to integrate r dash of t with respect to the variable dt. r dash of t നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഇൻറ്റഗ്രൽ r dash of t എന്ന് പറഞ്ഞാൽ 6i പ്ലസ് 6tj പ്ലസ് 3t സ്ക്വയർ k ആണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഓരോ കോമ്പോണൻറ്റിനും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 6ന് വരുമ്പോൾ 60 വരും. 6 ഇൻറ്റു ടി സ്ക്വയർ, ടീൻ്റെത് ടി സ്ക്വയർ ബൈ 2 വരുമ്പോൾ 3t സ്ക്വയർ എഴുതാം പ്ലസ് 3t സ്ക്വയർ 3ൻ്റെത് അയാൾ തന്നെ വരും. ടി സ്ക്വയറിൻ്റെത് ടി ക്യൂബ് ബൈ 3 വരും. 3യും 3യും ക്യാൻസൽ ചെയ്തിട്ട് ടി ക്യൂബ് വരും, ടി ക്യൂബ് കെ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, c1i പ്ലസ് c2j പ്ലസ് c3k. നൗ ആർ ഓഫ് 0 എന്താന്ന് തന്നിക്കണം? i മൈനസ് 2j പ്ലസ് k. ആർ ഓഫ് 0 കിട്ടാൻ ടി എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. ഇതിൽ 0 കൊടുക്കുമ്പോൾ ടി 0, ഇവിടെയും 0, ഇവിടെയും 0. ദാറ്റ് മീൻസ് c1i പ്ലസ് c2j പ്ലസ് c3k ഈക്വൽ ടു i മൈനസ് 2j പ്ലസ് k, വിച്ച് ഇംപ്ലൈസ് c1 ഈക്വൽ ടു 1, c2 ഈക്വൽ ടു മൈനസ് 2 ആൻഡ് c3 ഈക്വൽ ടു 1. Therefore our r of t ഈക്വൽ ടു 6t പ്ലസ് 60 ഉണ്ട്, ഇവിടെ i ഉണ്ട്.
60 ഉണ്ട്, C1 1 ഉണ്ട്. അപ്പോൾ ഐയുടെ കോമ്പണൻ്റ് ആയിട്ട് ആരൊക്കെ എഴുതാം? 6t പ്ലസ് 1 ഐ ക്യാപ്പ് പ്ലസ് അടുത്തത് 3t² ഇവിടെ ഉണ്ട്, ഇവിടെ -2j ഉണ്ട്. അപ്പോൾ 3t² -2j പ്ലസ് t³ ഉണ്ട്, C3k, C3 1 ആണ്. അപ്പോൾ kൻ്റെ കോമ്പോണൻസ് ആയിട്ട് t³ പ്ലസ് 1k വരും. ദിസ് ഈസ് അവർ റിക്വയർഡ് വെക്റ്റർ ഫംഗ്ഷൻ r of t that's derivative is r dash of t and r of 0 is equal to I minus 2j plus k. r of 0 I minus 2j plus k ആണോ നോക്കാൻ t0 എടുത്താൽ പോരെ. t0 എടുക്കുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ -2 വരും, ഇവിടെ 1 വരും. ഇനി ഇതന്നെയാണോ എന്ന് ചില ആൾക്കാർക്ക് സംശയം തോന്നാം. ഇതൊന്നും നമുക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല. നമ്മൾ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇനി ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സംശയം വരാറുണ്ട്, ഇത് തന്നെയാണോ എന്നൊരു ഉറപ്പില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും വലിയ ഫങ്ഷൻസ് തരുമ്പോൾ, ഇത് സിമ്പിളർ ഫങ്ഷനാണ്, ഏതെങ്കിലും ഇടങ്ങറായിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് തന്നാൽ, സാധാരണ ഇന്റേണൽ എക്സാമിനും നമ്മൾ പറയാറുണ്ട് ക്ലാസ്സിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തരും, ഹോംവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. ക്ലാസ്സിലും ചെയ്തതല്ല, ഹോംവർക്കും ചെയ്തതല്ല, എന്തിനു വരിക? ഇന്റേണൽ എക്സാമിന് വരിക. ഇതിനൊന്നും വരാത്ത എന്തെങ്കിലും കാര്യം എക്സ്റ്റേണൽ എക്സാമിന് വരിക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്കിതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇടങ്ങറ് വരികയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇവിടുന്ന് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇയാൾ വരുന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ വരും. ഇവിടെ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് തരുന്ന ഫംഗ്ഷൻസിനും അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ തന്നെ ചിലപ്പം അങ്ങനത്തെ ഫംഗ്ഷൻസ് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ഈ പറയുന്ന ഞാൻ തന്നെ അത് ശരിയാണോ എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരെ, ഈ ഒരു ഫോർമാറ്റിൽ നിന്നല്ല ഏതൊരു ക്വസ്റ്റ്യനും, അതായത് പല ക്വസ്റ്റ്യൻസും നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അത്തരത്തിൽ മാത്തമാറ്റിക്സിന് മാത്രമുള്ളൊരു എളുപ്പമാണ്. നമുക്ക് ഫൈനൽ ഉത്തരത്തുമെന്ന് ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചൊന്ന് റിവേഴ്സിലി ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഇത് ഫൈനൽ ആൻസർ ആയിട്ട് വരും. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, r dash of t equal to t sin t² plus I minus cos 2t j, r of 0 equal to 3/2i. ഇവിടെ നമുക്ക് r dash of t തന്നിരിക്കണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ r of t കാണണം. കോമ്പണൻസ് ആയിട്ട് ഐയുടെ കോമ്പണൻറ്റും ജെയുടെ കോമ്പണൻറ്റും ഉണ്ട്, കേൻ്റെതില്ല. അപ്പോൾ അത് പ്ലെയിൻ കർവായി, സ്പേസ് കർവിന് പകരം പ്ലെയിൻ കർവായി. ആൻഡ് r of 0 എന്താണെന്നും തന്നിക്കണം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം.